നിലനിൽക്കുന്ന സംഘർഷങ്ങൾ ഇന്ത്യയുടെ വിദേശ വ്യാപാരത്തെ പ്രതികൂലമായി ബാധിച്ചതായി വാണിജ്യ മന്ത്രാലയത്തിന്റെ പുതിയ കണക്കുകൾ വ്യക്തമാക്കുന്നു. മാർച്ചിലെ കണക്കുകൾ പ്രകാരം ഇന്ത്യയുടെ കയറ്റുമതിയിൽ 7.4%, ഇറക്കുമതിയിൽ 6.5% കുറവുണ്ടായി. ഹോർമുസ് കടലിടുക്ക് അടച്ചതും ഊർജ പ്രതിസന്ധിയും ഇന്ത്യയുടെ പ്രധാന വ്യാപാര പങ്കാളികളായ UAE, സൗദി അറേബ്യ, ഖത്തർ, ഇറാഖ് എന്നീ രാജ്യങ്ങളുമായുള്ള ഇടപാടുകൾ കുത്തനെ കുറയാൻ കാരണമായി. യുദ്ധം തുടങ്ങിയതോടെ ഈ രാജ്യങ്ങളിൽ നിന്നുള്ള ഇറക്കുമതി മുൻമാസങ്ങളെ അപേക്ഷിച്ച് 66.3% വരെയാണ് ഇടിഞ്ഞത്. വ്യാപാര പങ്കാളികളുടെ സ്ഥാനക്രമത്തിലും വലിയ മാറ്റങ്ങളാണ് ദൃശ്യമാകുന്നത്. കയറ്റുമതിയിൽ 2ാം സ്ഥാനത്തായിരുന്ന UAE 4ാം സ്ഥാനത്തേക്ക് പിന്തള്ളപ്പെട്ടപ്പോൾ 6ാം സ്ഥാനത്തുണ്ടായിരുന്ന സൗദി അറേബ്യ 20ാം സ്ഥാനത്തേക്ക് പതിച്ചു. ഇറക്കുമതിയുടെ കാര്യത്തിലും സമാനമായ തകർച്ചയാണ് ഉണ്ടായത്. UAE, സൗദി, ഇറാഖ്, ഖത്തർ എന്നീ രാജ്യങ്ങളെ ഒഴിവാക്കി കണക്കാക്കിയാൽ ഇന്ത്യയുടെ ഇറക്കുമതിയിൽ 9.1% വളർച്ച രേഖപ്പെടുത്താമായിരുന്നു എന്ന വസ്തുത ഗൾഫ് മേഖലയിലെ സംഘർഷം ഇന്ത്യ സമ്പദ് വ്യവസ്ഥയെ എത്രത്തോളം ബാധിച്ചു എന്നതിന്റെ തെളിവാണ്. ഇന്ത്യയുടെ ആകെ എണ്ണവാതക ഇറക്കുമതിയുടെ 40% കൈകാര്യം ചെയ്യുന്നത് ഈ ഗൾഫ് രാജ്യങ്ങളാണ്. എണ്ണയ്ക്ക് പുറമെ ബസുമതി അരി ഉൾപ്പെടെയുള്ള കാർഷിക ഉൽപ്പന്നങ്ങളുടെ കയറ്റുമതിയെയും യുദ്ധം സാരമായി ബാധിച്ചിട്ടുണ്ട്. ഇന്ത്യയുടെ ആകെ കയറ്റുമതിയുടെ 14%, ഇറക്കുമതിയുടെ 19.5% ഈ മേഖലയെ ആശ്രയിച്ചാണ് നിലനിൽക്കുന്നത്. വരും മാസങ്ങളിൽ സംഘർഷത്തിന് അയവ് വന്നില്ലെങ്കിൽ ഇന്ത്യയുടെ വ്യാപാര കമ്മി വർദ്ധിക്കാനും ആഭ്യന്തര വിപണിയിൽ വിലക്കയറ്റത്തിന് കാരണമാകാനും സാധ്യതയുണ്ടെന്നാണ് സാമ്പത്തിക വിദഗ്ധരുടെ വിലയിരുത്തൽ. അതേസമയം മാർച്ചിൽ ഇന്ത്യയിൽ നിന്നും മിഡിൽ ഈസ്റ്റിലേക്കുള്ള കയറ്റുമതി ഏകദേശം 58% കുറഞ്ഞുവെന്ന് വാണിജ്യ സെക്രട്ടറി രാജേഷ് അഗർവാൾ പറഞ്ഞു. കൃത്യമായ രീതിയിൽ പറഞ്ഞാൽ ഈ മേഖലയിലേക്കുള്ള പുറത്തേക്കുള്ള കയറ്റുമതി $3.5 ബില്യൺ കുറഞ്ഞു. ഇത് സാധാരണ പ്രതിമാസ ശരാശരിയായ $6 ബില്യൺ നിന്നും ഏകദേശം $2.5 ബില്യൺ കുറഞ്ഞു. ഈ മേഖലയിൽ നിന്നുള്ള ഇറക്കുമതിയിൽ ഗണ്യമായ കുറവുണ്ടായി. $8.7 ബില്യൺ അഥവാ 50% കൂടുതൽ കുറഞ്ഞു. ഇറക്കുമതിയിലെ കുത്തനെയുള്ള ഇടിവ് ഇന്ത്യക്ക് ഈ മേഖലയുമായുള്ള ഘടനാപരമായ വ്യാപാര കമ്മിയുമായി ബന്ധപ്പെട്ടിരിക്കുന്നുവെന്നും അഗർവാൾ ചൂണ്ടിക്കാട്ടി. ഉയർന്ന ഊർജ്ജ ഇറക്കുമതിയാണ് ഇതിന് പ്രധാന കാരണമെന്നും അദ്ദേഹം പറഞ്ഞു. ഇന്ത്യ ഈ മേഖലയിൽ നിന്നും കൂടുതൽ ഇറക്കുമതി ചെയ്യുന്നു, പ്രത്യേകിച്ചും ഊർജ്ജ ഉൽപ്പന്നങ്ങൾ എന്ന വസ്തുതയാണ് ഈ ഇടിവ് പ്രതിഫലിപ്പിക്കുന്നതെന്നും അദ്ദേഹം പറഞ്ഞു. എഞ്ചിനീയറിംഗ് ഉൽപ്പന്നങ്ങൾ, രത്നങ്ങൾ, ആഭരണങ്ങൾ, ഇലക്ട്രോണിക് ഉൽപ്പന്നങ്ങൾ, പെട്രോളിയം ഉൽപ്പന്നങ്ങൾ, അരി എന്നിവയുൾപ്പെടെ നിരവധി മേഖലകളെ ഈ തടസ്സം ബാധിച്ചു. ഇവയിലെല്ലാം ഈ മാസത്തിൽ കയറ്റുമതി കുറഞ്ഞു. പശ്ചിമേഷ്യയിലെ നിലവിലുള്ള പ്രതിസന്ധിയിൽ നിന്നും ഉയർന്നുവരുന്ന ലോജിസ്റ്റിക് തടസ്സങ്ങളാണ് വ്യാപാരത്തിലെ ഇടിവിന് കാരണമെന്ന് പറയപ്പെടുന്നു. ഇത് ഷിപ്പിംഗ് റൂട്ടുകളെയും തുറമുഖ പ്രവർത്തനങ്ങളെയും ബാധിക്കുന്നു. ഈ വെല്ലുവിളികൾക്കിടയിലും ബദൽ മാർഗങ്ങൾ പര്യവേക്ഷണം ചെയ്തുകൊണ്ട് വ്യാപാര പ്രവാഹം നിലനിർത്താൻ അധികാരികൾ പ്രവർത്തിക്കുന്നു. മിഡിൽ ഈസ്റ്റിലെ ചില തുറമുഖങ്ങൾ പ്രവർത്തനക്ഷമമായി തുടരുന്നുണ്ടെങ്കിലും ഈ മാർഗങ്ങളിലൂടെ കയറ്റുമതി സാധ്യമാകുന്നതിനുള്ള ശ്രമങ്ങൾ നടന്നു വരികയാണെന്നും അഗർവാൾ സൂചിപ്പിച്ചു. പ്രവർത്തന തടസ്സങ്ങൾ ഉണ്ടാകുമ്പോൾ അവ പരിഹരിക്കുന്നതിന് വ്യവസായ പങ്കാളികളുമായി സർക്കാർ അടുത്ത ഏകോപനം നിലനിർത്തുന്നുണ്ടെന്നും കൂട്ടിച്ചേർത്തു. പങ്കാളികളുമായി സമ്പർക്കം പുലർത്തുകയും പ്രവർത്തനപരമായ പ്രശ്നങ്ങൾ വരുമ്പോൾ അവ പരിഹരിക്കുകയും ചെയ്യുക എന്നതാണ് ഞങ്ങളുടെ സമീപനം. പ്രതിസന്ധി മൂലമുണ്ടായ മിക്ക വ്യാപാര സംബന്ധിയായ വെല്ലുവിളികളെയും പരിസ്ഥിതി വ്യവസ്ഥയുടെ പിന്തുണയോടെയാണ് അഭിസംബോധന ചെയ്തിട്ടുള്ളതെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തിട്ടുണ്ട്. ന്യൂസ് ഡെസ്ക് കർമ്മ ന്യൂസ്.